ഹായ്. വിടാമുയർച്ചി. അജിത്, തൃഷ, അർജുൻ ഇവരൊക്കെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള വിടാമുയർച്ചി എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സിനിമ നമ്മളൊരു ഹോളിവുഡ് മൂവീസ് കാണുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതായത് അതിന്റെ സിനിമ എടുത്തിട്ടുള്ള സ്ഥലവും, പിന്നെ അതിന്റെ കുറച്ച് സ്റ്റണ്ടും, അതേപോലെ കുറച്ച് ഒരു റേസിങ് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ കണ്ടു നോക്കുമ്പോൾ എനിക്ക് സിനിമ കുഴപ്പമില്ല, ഒരു വൺ ടൈം മൂവി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അജിത്തിന്റെ മിക്കവാറും പടത്തിൽ നമ്മൾ കാണാറുള്ളത് കുറെ പഞ്ച് ഡയലോഗ്, വാള് വീശുന്നു, അത് ഇത് അങ്ങനെയുള്ള കുറെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിക്കവാറും അജിത്തിന്റെ സിനിമ വരാറുള്ളത്. പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഈ സിനിമ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഇന്റർവെല്ലിൽ വരെ ഫൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു നീറ്റായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതായത് ചെറിയ 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 സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ആഫ്റ്റർ വരെ പോയിട്ടുള്ളത്. അതിന് ശേഷം ഉള്ള ഒരു 45 മിനിറ്റ്സിന്റെ അടുത്താണ് ഈ പറയുന്ന പോലെ സ്റ്റണ്ടും കാര്യങ്ങളും, കുറച്ച് മാസ് BGM കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയുടെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, അർജുൻ നമ്മുടെ അജിത്, അതേപോലെ തൃഷ, ഇവര് വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡൈവോഴ്സ്ഡ് ആണ്. അങ്ങനെ ഡൈവോഴ്സ് ആയ സമയത്ത് ഇവളെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് കുറച്ച് കുഴപ്പമില്ലാത്ത ത്രില്ലിങ്ങും കാര്യങ്ങളും, പിന്നെ അതേപോലെ കാറ് വെച്ചിട്ടുള്ള റേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ഒരു ഹോളിവുഡ് മൂവീസ് ഒക്കെ കാണുന്ന ഒരു ഫീല് എനിക്ക് കിട്ടിയായിരുന്നു. കാരണം ഈ പടം ഓൾറെഡി ഒരു ഹോളിവുഡ് മൂവി എന്ന് മാറ്റിയിട്ടുള്ള ഒരു പടമായിട്ടാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോ അങ്ങനെ തൃശ്ശയായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു കാറ് ഇവരെ മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പോ കുറച്ച് സംഭവങ്ങളും, അതിൽ നിന്നൊരു വില്ലൻ വരുന്നുണ്ട്. വില്ലൻ കഥാപാത്രം ഇവരെ ഫൈറ്റ് ചെയ്യാനും അതേപോലെയുള്ള പരിപാടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ തൃശ്ശനെ എന്താ പറയാ, കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണ്. അതായത് തൃശ്ശ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് നമ്മുടെ അർജുന്റെ കൂട്ടാളികളൊക്കെയാണ് ഇവിടെ തൃശ്ശനെ കിഡ്നാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ ചുറ്റിപ്പറ്റി പോകുന്ന കുറച്ച് സീക്വൻസും, പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ മൂവി മൊത്തത്തിൽ പോകുന്നത്. അതിലിടക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത BGM ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാഫ് ടൈം വരെ ഈ പറഞ്ഞ പോലെ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ ഫാമിലീസിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസും അതിനെപ്പറ്റി ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഹാഫ് ടൈം നമുക്ക് ശരിക്കും കുറച്ച് ലാഗുള്ള പോലെ തോന്നും. അതിനുശേഷമുള്ള ഒരു 25 മിനിറ്റ്സിന്റെ അടുത്തൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ഫൈറ്റും കാര്യങ്ങളൊക്കെ, കുറച്ച് രസമായിട്ടുള്ള കുറച്ച് BGM കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതായത് മെയിൻ കഥ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട തൃശ്ശയെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് പിന്നീടുള്ള ഹാഫ് ടൈമിന് ശേഷമുള്ള അജിത്തിന്റെ ക്യാരക്ടർ വരുന്നത്. അങ്ങനെ അജിത്ത് അതിനെ കണ്ടുപിടിക്കുന്നു. അതിലിടക്ക് അർജുനായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ, അവരുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ആയിട്ട് ഈ പടം ഒരു വൺ ടൈം മൂവിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സംഭവമായിട്ടുള്ള പടമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അജിത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കുറെ വാള് വീശിയുള്ള ഫൈറ്റോ കാര്യങ്ങളോ ആലമ്പ് ഫൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ അത് കണ്ടിരിക്കാനും രസമുണ്ട്. ഈ പടം അത്ര കൊള്ളൂല എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരു വൺ ടൈം മൂവിയാണ്, നമുക്ക് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പൊ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മൂവി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടവരാണെങ്കിൽ അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.